ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പുന്നക്കാവുകളിൽ ഹരിതകർമ്മ സേനാംഗത്തെ കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മേയർ പ്രതികരിക്കുന്നു. അതിലേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഷേധമുണ്ട്. കോർപ്പറേഷൻ കേസ് കൊടുത്തതിന്റെ കത്താണ്. തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഇതിന്റെ കത്താണ്. ബഹുമാനപ്പെട്ട മേയർ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകാര്യ കമ്മിറ്റിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇനി അതിൽ ഏതെങ്കിലും വാർഡിൽ അങ്ങനെ പൊതുവായി എടുത്തതിന് പുറമേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമ വാർഡ് കൗൺസിൽ പറയേണ്ടതില്ല, ചെന്നൈ വാർഡ് കൗൺസിൽ പറയേണ്ടതില്ല. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നാളെ വെച്ചിട്ടുണ്ട്, ചെറുപ്പക്കൽ വാർഡിലെ ഹരിതകർമ്മ സേനയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് വാർഡിന്റെ മീറ്റിംഗാ ഇവിടെ കൂടി ഒരു പരിഹാരം കാണാതെ പിടിച്ചിട്ടുള്ളത്? പ്രത്യേകമായി സാമ്പത്തിക ക്രമക്കേടോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു ചേർത്ത് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത് പാപ്പരക്കോട് നമ്മൾ ഇടപെട്ടിട്ടില്ലേ? അങ്ങനെ ഓരോ വാർഡിന്റെയും പ്രത്യേകമായി വിളിച്ചു ചേർത്ത് നമ്മള് പരിഹരിക്കാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്നും എന്നോട് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. വേറെ എന്നോട് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നത് അത് നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊതുങ്ങില്ല. അല്ല, സത്യസന്ധമാണ് എങ്കിൽ നമ്മുടെ കയ്യിലൊതുങ്ങില്ല എന്ന് എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ചു ചേർക്കുമായിരുന്നല്ലോ. അങ്ങനെ സൂചിപ്പിച്ചില്ലല്ലോ, ഒരിക്കൽ പോലും സൂചിപ്പിച്ചില്ല. അവിടെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നുവെന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിദ്യാധാരണയിലാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം ദേശാഭിമാനിയിലല്ല കലാഭവനിൽ വന്ന വാർത്തല്ലോ, അല്ലെ? ഈ ശുചീകരണ തൊഴിലാളികളും ഈ പറയുന്ന നഗരസഭ ഭരണസഭയും തമ്മിലുള്ള തർക്കം പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും പുതുതായി നമ്മൾ നേരത്തെ എടുത്ത പ്രസ്തുത വാർത്തയുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ തർക്കങ്ങൾ അവിടെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുന്നെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ആത്യന്തികമായി നമുക്ക് അറിയേണ്ട വിഷയം, ഇത്തരത്തിൽ യൂസർ ഫീ ആയൊക്കെ പിരിക്കുന്ന പണം അത് ഓഡിറ്റിങ്ങിന് വിധേയമല്ലേ? ഇതിനൊരു അതോറിറ്റി ഇല്ലേ? എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് 24 ന്യൂസ് ഈ ഒരു വാർത്ത പുറത്ത് വിട്ടത്. തുടർന്ന് കൗൺസിൽ യോഗം നടക്കുകയായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിലാണ് നമ്മുടെ വാർത്തയെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം CPM കൗൺസിലർമാർ ഉയർത്തുന്നത്. കാരണം BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP കൗൺസിലർമാരും നേതാക്കളും ഇത്തരത്തിൽ ഈ ഹരിതകർമ്മ സേന അംഗങ്ങളെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പണം ആര് കൊണ്ടുപോയി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി CPM പ്രവർത്തകർ അല്ലെങ്കിൽ കൗൺസിലർമാർ ഇപ്പോൾ നഗരസഭയ്ക്ക് ഉള്ളിൽ പ്രതിഷേധം നടത്തുകയാണ്. ഈ പ്രതിഷേധത്തെ നേരിട്ട് കൊണ്ട് BJP കൗൺസിലർമാരും രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. കാരണം ഹരിതകർമ്മ സേന അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഒപ്പം ഇവർക്ക് ശമ്പളമായി നൽകേണ്ടുന്ന 3 ലക്ഷത്തോളം രൂപ ഈ കൗൺസിലറുടെ വേണ്ടപ്പെട്ട ഒരു BJP നേതാവ് തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഹരിതകർമ്മ സേന അംഗങ്ങളായിട്ടുള്ളവർ തന്നെയാണ് അവർ. അതിലെ കൺസോർഷ്യം സെക്രട്ടറിയും പ്രസിഡന്റുമാണ് ഈ പണം തട്ടിയെടുത്തത്. ഈ പണം ഇവർക്ക് ശമ്പളമായി വീതിച്ച് നൽകേണ്ടതാണ്. പക്ഷേ അത് വീതിച്ച് നൽകുന്നില്ല. 2 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ നഗരസഭയിലേക്ക് മേയർക്കും അതുപോലെ തന്നെ JHIക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അന്വേഷണത്തിലാണ് ഈ 3 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാണാതായി എന്നുള്ള വിവരം പുറത്ത് വരുന്നത്. തുടർന്നാണ് ഈ എന്ന്
ആയിരുന്ന ഒരു ഹരിതകർമ്മസേന അംഗം നമ്മളോട് അവരുടെ വിഷമം പങ്കുവെക്കുന്നത്. ഈ കൗൺസിലറുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പണം എടുത്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ്. നാട് കടത്തും, അതുപോലെ തന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതായത് ഈ കൗൺസിലർ ഭീഷണിയായി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് 24-ലൂടെ ഈ ഹരിതകർമ്മസേന അംഗം ഒരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം കൂടി പുറത്തു വന്ന് അവരുടെ സങ്കടം കൂടി പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങളോട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയത്. ഇപ്പോൾ 24 ന്യൂസിന്റെ പ്ലക്കാർഡ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നഗരസഭയിലെ ഭരണ അനുകൂല കൗൺസിലർമാർ, അതായത് CPM കൗൺസിലർമാർ മുന്നോട്ട് പോകുന്നത്. കാരണം BJP CPM സംഘർഷം നിരന്തരം നിലനിൽക്കുന്ന ഒരു നഗരസഭ കൂടിയാണ്. നേരിയ വ്യത്യാസത്തിലാണ് ഇവർ ഭരണം പോലും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ 3 മാസത്തോളം മാത്രമാണ് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൂടിയായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഈ PV മഞ്ജു എന്ന് പറയുന്ന കൗൺസിലറുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പണം എവിടെയെന്ന് തനിക്ക് അറിയില്ല, ആരെടുത്തെന്നും എനിക്കറിയില്ല, പക്ഷെ താൻ ഇത്തരത്തിൽ ഭീഷണി സ്വരം മുഴക്കി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. താൻ അത്തരത്തിൽ ഒരു ഭീഷണി മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഹരിതകർമ്മ സേന അംഗമാണ് രംഗത്തെത്തി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും തങ്ങളുടെ ഭർത്താവിനെ പോലും വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നും നമ്മളോട് 24-നോട് പറഞ്ഞത്. തുടർന്നാണ് ആ വാർത്ത നമ്മൾ നൽകുകയും ചെയ്തത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയും. 24 ന്യൂസിന്റെ ആ പ്ലക്കാർഡ് ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. 24 ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ഈ പ്ലക്കാർഡുകളായി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. സുഹൈൽ, പിന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ പറയുന്ന വാർഡ് കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ആദ്യം ആ ശുചീകരണ തൊഴിലാളിയായ ചേച്ചിയുടെ പ്രതികരണം. അവർ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ലേ, നാട് കടത്തിക്കളയും, ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ലെന്നടക്കമായിരുന്നു ആ ഭീഷണി. എന്നാൽ അങ്ങനെയല്ല, അത് വാർത്തയാകുമ്പോൾ ചോദിക്കാനും പറയാനും ആളുകളുണ്ടാകും. ആ വിഷയത്തിൽ വലിയ ചർച്ച നടക്കുന്നു. ഈ പറയുന്ന BJP കൗൺസിലർക്കെതിരെ നഗരസഭയിൽ LDFിന്റെ നേതൃത്വത്തിലടക്കം പ്രതിഷേധം തുടരുന്നു. റിനു ശ്രീധരായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ തമിഴ്നാട്ടിൽ വന്നതാണെങ്കിലും ഈ ലോകത്തുനിന്ന് എവിടെയെന്ന് വന്നതാണെങ്കിലും കേരളത്തിൽ ഒരു നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. വാർത്താ ഫലം കാണൽ ചാരിതാർത്ഥ്യവും.